റസ്മിൻ പുറത്തായിരുന്നു ഞാൻ 4 ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോയില് മുഴുവൻ ആൾക്കാരും കമന്റ് ചെയ്ത് ഇതൊക്കെ വെറും ഊടാപോകാണ്, വെറുതെ വ്യൂസ് കിട്ടുക, എന്തിനാടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ തെറിയും അതും ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല കേട്ടോ. അവർക്കൊക്കെയുള്ള വ്യക്തമായ റിപ്ലൈ ആയിട്ട് ഞാൻ ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത്. 4 ദിവസം മുമ്പ് ഞാൻ ഇട്ട ആ വീഡിയോ കൺഫേം ന്യൂസ് തന്നെയാണെന്ന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു. റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ചുമ്മാ ആക്കൂപ്പ പുറത്താവില്ല, കൺഫേംഡ് ഒഫീഷ്യലായി ലഭിച്ചുള്ള ന്യൂസ് തന്നെയാണ്. റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായപ്പോൾ ജാസ്മിൻ പൊട്ടിക്കരയുന്ന സീൻ വരെ ഉള്ളതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി. ഇപ്പൊ ആ താഴെ കമന്റ് ചെയ്ത ആൾക്കാർക്ക് എന്തു പറയാൻ, എന്നോട് ഒന്നും പറയാനുണ്ടാവില്ല. ഇതെന്നൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞ ന്യൂസ് 100% സത്യമായിരുന്നു. പിന്നെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടൊക്കെ തന്നെ എവിക്ഷൻ ഉണ്ടാകില്ല എന്ന് കുറെ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഉള്ള മറുപടി ആട്ടോ, അങ്ങനെയൊന്നും ഇല്ല. ഈ പ്രാവശ്യം കൂടെ എവിക്ഷൻ ചെയ്തില്ലെങ്കിൽ എത്ര വട്ടം ഇങ്ങനെ എവിക്ഷൻ ക്യാൻസൽ ചെയ്ത് വിടുക. അതുകൊണ്ട് തന്നെ ടോപ്പ് 5 സെലക്ട് ചെയ്യാൻ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ആണെങ്കിലും കല്യാണം ആണെങ്കിലും നമ്മൾ എന്തായാലും എവിക്ഷൻ വെച്ചിരിക്കുന്നു പറഞ്ഞാണ് എവിക്ഷൻ ചെയ്തിട്ടുള്ളത്. റസ്മിൻ ഒരു നല്ല മത്സരാർത്ഥി തന്നെയായിരുന്നു. പക്ഷെ എന്തു പറയാൻ, ഈ കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ്നെസ് കുറവും പിന്നെ വന്നപ്പോ ഉണ്ടായിരുന്ന ചൂടൊക്കെ അങ്ങ് പോയിന്ന് തന്നെ പറയാട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് റസ്മിന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത്. അപ്പൊ എന്തായാലും ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഷൂട്ടിങ്ങിൽ ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് അതിനെ പ്രമാണിച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കേക്ക് മുറി എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും എവിക്ഷൻ വെക്കുക. അപ്പൊ ആ എവിക്ഷനിൽ ഈ പ്രാവശ്യം എന്നാൽ റസ്മിൻ ബൈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും. ഡബിൾ എവിക്ഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിൽ എനിക്ക് ഇതുവരെ വ്യക്തമായിട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്തായാലും ചിലപ്പോൾ അപ്സര ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഋഷി ആവാൻ ചാൻസ് ഉണ്ട്, ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കേട്ടോ, വേഗം വേഗം ന്യൂസ് കിട്ടാൻ വേണ്ടി.